ദിമിത്രിയോസ് ഡയമണ്ടഗോസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മിഷൻ. ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നിരയുടെ കരുത്ത്. 2022-23 സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് ചേക്കേറിയ ഗ്രീക്ക് സ്ട്രൈക്കർ വന്ന സീസണിൽ തന്നെ ISL-ൽ 21 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകളുമായി തന്റെ വരവറിയിച്ച താരം. ISL-ന്റെ ഈ സീസണു മുൻപ് പരിക്കിന്റെ പിടിയിലായി 2 മത്സരങ്ങൾ നഷ്ടമായിരുന്നു. എന്നാൽ പരിക്ക് മാറി തിരികെ എത്തിയ താരം ISL-ന്റെ 10ാം സീസണിൽ 10 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞപ്പോൾ 7 ഗോളുകളുമായി ഗോൾവേട്ടയിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. അതുപോലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISL-ലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരവും ദിമിത്രിയോസ് തന്നെയാണ്. 31 മത്സരങ്ങളിൽ നിന്നായി 17 ഗോളുകളാണ് താരം ഇതുവരെ നേടിയത്. ഈ സീസണിൽ മിന്നും പ്രകടനം തന്നെയാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഡ്രിയാൻ ലൂണയുടെ അഭാവത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണത്തിന്റെ കടിഞ്ഞാണ് ഏറ്റെടുത്ത താരം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ISL-ന്റെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ മുൻതാരം ഒബേച്ചിയുടെ 15 ഗോളുകളുടെ റെക്കോർഡും തകർക്കപ്പെട്ടേക്കാം. ഒരു സ്ട്രൈക്കറായി നിന്ന് ഗോൾ നേടുന്നതിൽ മാത്രം ശ്രദ്ധിച്ച ദിമിത്രിയോസ് ഇപ്പോൾ മുന്നേറ്റ നിരയിലെ ആക്രമണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും മറ്റു താരങ്ങളെ കൂടി കളിപ്പിക്കുന്നതിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ദിമിത്രിയോസ് ഡയമണ്ടഗോസിന്റെ ISL-ലെ ഈ സീസണിലെ പ്രകടനം ഒന്ന് നോക്കിയാൽ 10 മത്സരങ്ങളിൽ കളിച്ചപ്പോൾ ഏകദേശം 755 മിനിറ്റുകളാണ് കളിക്കളത്തിൽ ചെലവിട്ടത്. അതിൽ 7 ഗോളുകളും 2 അസിസ്റ്റുകളും ഉൾപ്പെടും. ക്രിയേറ്റ് ചെയ്ത ചാൻസുകൾ 13 എണ്ണമാണ്. 18 ഷോട്ടുകൾ ഉതിർത്ത ദിമിത്രിയോസ് 13ഉം ഓൺ ടാർഗറ്റ് ഷോട്ടുകളായി. അതിൽ 5 എണ്ണം മാത്രമാണ് ഓഫ് ടാർഗറ്റ് ഷോട്ടുകളായത്. കിട്ടിയ 2 പെനാൽറ്റിയും ലക്ഷ്യത്തിലെത്തിച്ചു. എന്തായാലും ISL-ൽ ബാക്കിയുള്ള മത്സരങ്ങളും ദിമിത്രിയോസിന് മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാൻ സാധിക്കട്ടെ. കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഒരു ബ്രേക്കിലേക്ക് പോയിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം ജനുവരി 10-ന് സൂപ്പർ കപ്പിന്റെ മത്സരത്തിനാവും കളത്തിലിറങ്ങുന്നത്. ISL-ലെ മത്സരങ്ങൾ ഇനി സൂപ്പർ കപ്പിന് ശേഷം ഫെബ്രുവരിയിലായിരിക്കും പുനരാരംഭിക്കുന്നത്. അപ്പോൾ ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.